ഫിറ്റ്നസ് ഇൻഡസ്ട്രി ഇന്ന് ലോക GDP-യേക്കാൾ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കൂടുതൽ ഫിറ്റ്നസ് സെൻ്ററുകൾ ഓപ്പൺ ആവുകയാണ്, കൂടുതൽ എക്യുപ്മെൻറ്റുകൾ വിറ്റുപോവുകയാണ്, കൂടുതൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ടും ആളുകൾ ഫിറ്റായിരിക്കുന്നില്ല. കൺസിസ്റ്റൻസി ഈ ഒരു ഫീൽഡിൽ വളരെ അപൂർവമാണ്. കൂടാതെ ഈ ഫീൽഡിലോട്ടുള്ള പെനിട്രേഷനും വളരെ കുറവാണ്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വർക്കൗട്ടുകളെ കുറിച്ചല്ല, മറിച്ച് എന്തുകൊണ്ടാണ് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ഫെയിൽ ആകുന്നത് എന്നതിനെ കുറിച്ചാണ്. എൻ്റെ പേര് അർപ്പൺ സുജിത്, ആൻഡ് ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ഡിസൈപ്പിൾ. ആളുകൾ ഫിറ്റ്നസ് ഉപേക്ഷിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഇതിലൊരു പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. ഇൻസ്റ്റന്റ് ഡോപ്പമിൻ ഹിറ്റിൻ്റെ ഈ കാലത്ത് ഫിറ്റ്നസ് ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. റിസൾട്ട് പതുക്കെ ലഭിക്കുന്നുള്ളൂ. കൂടാതെ അവർക്ക് അവരുടെ പ്രോഗ്രസ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം മോട്ടിവേഷൻ ഇല്ലാതാക്കുന്നു. ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഇൻഡസ്ട്രി വളരുന്നത്. ഉദാഹരണത്തിന്, സൊമാറ്റോയ്ക്ക് മുമ്പേ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഓയോയ്ക്ക് മുമ്പേ ഹോട്ടൽ ഉണ്ടായിരുന്നു, ഊബറിന് മുമ്പേ ടാക്സി ഉണ്ടായിരുന്നു. ഇവർ ഫുഡ് കണ്ടുപിടിച്ചിട്ടില്ല, അക്കോമഡേഷൻ കണ്ടുപിടിച്ചിട്ടില്ല, ട്രാൻസ്പോർട്ടേഷനും കണ്ടുപിടിച്ചിട്ടില്ല, മറിച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതുപോലെ അൺഓർഗനൈസ്ഡ് ആയി കിടക്കുന്ന ഫിറ്റ്നസ് ഇൻഡസ്ട്രിയെ ഒരു സിസ്റ്റത്തിലൂടെ ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ് ഡിസൈപ്പിൾ. ഫിറ്റ്നസ് ഇൻഡസ്ട്രി നേരിടുന്ന പ്രധാന 3 പ്രോബ്ലംസ്. ഒന്ന്, ക്ലയൻസിന് കൺസിസ്റ്റൻസി നിലനിർത്താൻ സാധിക്കുന്നില്ല. പല പാക്കേജുകളും അവർക്ക് അഫോർഡബിളായി മാറുന്നില്ല. ഫിറ്റ്നസ് സെൻറ്റേഴ്സിന് ക്ലയൻസിൽ നിന്നും പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫിറ്റ്നസ് ബ്രാൻഡുകൾക്ക് അവരുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിപ്പെടാനും അവരുമായിട്ട് ഒരു ഇമോഷൻ കണക്ഷൻ ബിൽഡ് ചെയ്യാനും സാധിക്കുന്നില്ല. ഈ ഒരു പ്രോബ്ലംസിനെ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് ആണ് ഡിസൈപ്പിൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളായ കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ, പൂനെ എന്നിവിടങ്ങളിലെ റെസ്റ്റോറൻറ്റ് ചെയിനുകളെക്കാൾ റവന്യൂ ആണ് സൊമാറ്റോ ഒറ്റയ്ക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ അൺഓർഗനൈസ്ഡ് ആയി കിടക്കുന്ന ഒരു $100 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഫിറ്റ്നസ് ഇൻഡസ്ട്രി. അതിലോട്ടാണ് ഡിസൈപ്പിൾ പെനിട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 10 CR റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നതാണ്. ഇതിനെ സെക്കൻഡ് ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ 250 CR ഉയർത്താനും അതുകൂടാതെ ഒരു 1000 crore വാല്യുവേഷൻ കമ്പനിയാക്കി ഇതിനെ മാറ്റാനുമാണ് ഞങ്ങളുടെ എയിം. ബട്ട് ഡിസൈപ്പിൾ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റവന്യൂ, ഇറ്റ്സ് അബൌട്ട് എ മൂവ്മെൻറ്റ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. By 2035, half of the population will be suffering from some kind of lifestyle diseases. സോ ഇന്നത്തെ അസറ്റ് നാളെ ലയബിലിറ്റി ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് ഫിറ്റ്നസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഫിറ്റ്നസിനെ ഗെയിമിഫൈ ചെയ്ത് ഫണ്ണും എൻഗേജിങ്ങുമാക്കി മാറ്റി ഒരു ഫിറ്റ്നസ് കൾച്ചർ കൊണ്ടുവരികയാണ് ഡിസൈപ്പിൾ. സോ ഇഫ് യു വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് ബിഗ് മൂവ്മെൻറ്റ്, ഇഫ് യു ലവ് ടു മേക്ക് എൻ ഇമ്പാക്ട് ഓൺ ദ സൊസൈറ്റി, ഇഫ് യു വിഷ് ടു മേക്ക് മണി, contact us now to know more. Thank you.